ഹായ് ഹലോ MathAn'Sലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയും ഫോട്ടോയ്ക്കും എല്ലാം അത്യാവശ്യമുള്ള ഒരു സാധനമുണ്ട് ലൈറ്റിംഗ് സോഴ്സ് എന്ന് പറയുന്നത്. ഒരു 180 രൂപ മുടക്കുവാണെങ്കിൽ വൃത്തിക്ക് ലൈറ്റിംഗ് സോഴ്സ് നമ്മുടെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാണ്ട് പറ്റും. അതാണ് ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് ഞാൻ ഇത് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇതാണ് ഈ ലൈറ്റിംഗ് സോഴ്സ്. ഇതിന്റെ ഹൈറ്റ് നമുക്ക് ഇതുണ്ട്. ഇതുപോലെ ഇഷ്ടമുള്ള പോലെ കൂട്ടാൻ കുറയ്ക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇത് വെറും PVC പൈപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. നമ്മുടെ കടയിൽ മേടിക്കാൻ കിട്ടുന്ന PVC പൈപ്പ്. എല്ലാം കൂടെ മേടിച്ച എല്ലാ സാധനങ്ങളും കൂടെ എനിക്ക് ഒരു 180 രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇനി ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം. ഇത് മെയിനായിട്ട് 2 പൈപ്പുകളാണ്. ഒരു വലിയ പൈപ്പ്, അതിനകത്ത് ഉള്ളിൽ കൊടുക്കുന്ന ഒരു ചെറിയ പൈപ്പ്. അത് ഏതെങ്കിലും സൈസ് നമുക്ക് ഇഷ്ടമുള്ള സൈസിന് മേടിക്കാം. ഞാൻ ഇവിടെ മേടിച്ചിരിക്കുന്നത് 25-ന്റെ അതിന് താഴെയുള്ള ഒരു പൈപ്പും കൂടാണ്. സാധാരണ വയറിംഗ് പൈപ്പുകളാണ്. അപ്പം ഇതിനൊരു 1.5 മീറ്റർ നീളമുണ്ട്. ഈ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഞാൻ വെച്ചിരിക്കുന്ന ഈ പൈപ്പിന് ഒരു 1 മീറ്റർ നീളമുണ്ട്. പിന്നെ ആവശ്യമുള്ള ഒരു ബെൻഡ് ആവശ്യമാണ്. നമ്മുടെ സാധാരണ പൈപ്പിനെ കൊടുക്കുന്ന ഒരു ബെൻഡ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിന് ചുറ്റും കൊടുക്കുന്ന ഒരു ഷീൽഡ് ഉണ്ട്. ഇതുപോലത്തെ ഒരു ഷീൽഡ്, അത് ഏതെങ്കിലും മേടിച്ചാൽ മതി. ഇതിന് അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു DA ബോക്സ് പോലൊക്കെ ആക്കാം. അപ്പം ഞാൻ ഇവിടെ ഷീൽഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഹോൾഡർ ആവശ്യമാണ്. ഞാൻ ഈ ബൾബിന്റെ വില ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. ബൾബ് എക്സ്ട്രാ നമുക്ക് വേണം. പിന്നെ ഇത് ഞാൻ ഇവിടെ ഒരു 5 മീറ്റർ വയർ എടുത്തിട്ടുണ്ട്. 5 മീറ്റർ വയർ അതും പിന്നെ ഒരു അതിനകത്തൊരു ട്യൂബിനും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞാൽ 1 മീറ്റർ ഇതാണ്. ഇതാണ് ഞാൻ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ അറ്റത്ത് ഇതുപോലൊരു ടീ കൊടുത്തിട്ടുണ്ട്. ടീ ഇങ്ങനത്തെ ഒരു 5 ടീ ആവശ്യമാണ്. അപ്പോൾ ഇത്രയും സാധനം ഉണ്ടെങ്കിൽ, ഇത്രയും സാധനങ്ങൾ ഓക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കിത് ബോക്സ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. വലിയ പൈപ്പ് ഒരു ഫുൾ പൈപ്പിന് 35, മറ്റേന് ഒരു 25. ചിലരുടെ തന്നെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ബെൻഡ് അതിനൊരു 5 രൂപയാവും. പിന്നെ ടീക്ക് നമുക്കാകുന്നത് ഒരെണ്ണത്തിന് 5 രൂപ വെച്ചാണ് അതിനുമാകുന്നത്. വയറിന് 1 മീറ്ററിന് 8 രൂപ നിരക്കിലുള്ള വയറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ട്യൂപ്പിന് ഒരു 20 രൂപ ആവും ട്യൂപ്പിന്. അതുപോലെ ഹോൾഡറിന് ഒരു 20 രൂപ. അതുപോലെ പിന്നെ ആ ഷീൽഡിനും ഒരു 20 രൂപയാവും. ഇത്രയും രൂപയാണ് നമുക്കിതിനെല്ലാം കൂടി ഒരു 180 രൂപ ടോട്ടലായിട്ടാവും. ഇനി ആ പൈപ്പുകൾ അത് ഞാൻ 10 സെൻറ്റിമീറ്റർ വെച്ചാണ് 2 മുറിച്ച് വെച്ചേക്കുന്നത്. ആ 10 സെൻറ്റിമീറ്റർ ഒരു ടീയുടെ 2 വശങ്ങളിലായിട്ട് ഘടിപ്പിച്ചു. ശേഷം ഒരു ടീ എൻ്റെ ഒരു അറ്റത്ത് പിടിപ്പിച്ചിട്ട് അതിലേക്ക് 20 സെൻറ്റിമീറ്റർ നീളം മുറിച്ച് വെച്ചിരിക്കുന്ന പൈപ്പ് കണക്ട് ചെയ്തു. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന റേഷ്യോ. അപ്പോൾ തിരിച്ച് ഇതുപോലെ തന്നെ ഇപ്പുറത്തൊരു ടീ കണക്ട് ചെയ്തു. ടീയുടെ അറ്റത്തേക്ക് 20 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള പൈപ്പ് കണക്ട് ചെയ്തു. അതിൻ്റെ അറ്റത്ത് ഒരു ടീ നമ്മൾ കണക്ട് ചെയ്തു. ഇങ്ങനെയാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കി. ഇതൊന്ന് പശ വെച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും നിറയ്ക്കുകയോ ചെയ്താൽ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. അതൊന്ന് ഒട്ടിച്ച് വെച്ചില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെ നല്ല ടൈറ്റ് ആയിരിക്കണം. ഇത് മേളിലേക്ക് ആ 1 മീറ്റർ നീളമുള്ള പൈപ്പ് കൂടെ കണക്ട് ചെയ്തു. അത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. സ്റ്റാൻഡായിട്ട് തന്നെ ഇരിക്കും. ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ വൃത്തിയായിരിക്കും. ശേഷം നമ്മൾ ബെൻഡ് ഒന്ന് കീറിയിട്ട് അത് ചൂടാക്കിയിട്ട് നമ്മുടെ ആ ഹോൾഡർ അതിനകത്ത് വെച്ച് കറക്റ്റ് സൈസിന് അത് ഇരിക്കാൻ പാകത്തിനൊന്ന് ചൂടാക്കി അതിലോട്ടൊന്ന് പിടിപ്പിക്കുക. അപ്പോൾ അതങ്ങനെ ഇരുന്നോളും. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒട്ടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ കറക്റ്റ് സൈസിന് ആ ഒരു പാകത്തിന് അതിനകത്തുനിന്ന് വിട്ടു പോകാത്ത രീതിയിൽ ഒന്ന് കീറിയിട്ട് വേണം ചൂടാക്കാനായിട്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ആ എടുത്തിരിക്കുന്ന ബെൻഡ് അതിൻ്റെ പുറകിൽ തന്നെ ഒരു കിഴുത്ത് ഇട്ട് കൊടുക്കണം. ഒരാണി ചൂടാക്കി കിഴിച്ചാൽ മതി. ആ കിഴുത്ത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലെ വയർ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഹോൾഡറിൻ്റെ പുറകിലുള്ള കാര്യം അതവിടെ വെച്ചു. അതിനുശേഷം അതൊന്ന് ഇൻസുലേഷൻ വെച്ചിട്ട് നമ്മൾ മുമ്പേ വെച്ചിരുന്നല്ലേ അതിലേക്കൊന്ന് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പിടിപ്പിച്ചു. നല്ലവണ്ണം ടൈറ്റ് ചെയ്തേക്കണം. അത് ഏറ്റവും മേളിൽ നിൽക്കുന്നതല്ലേ. ഇൻസുലേഷൻ വെച്ചാൽ അത് വേറെ വശമൊന്നും വേണ്ട. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ വയർ കടത്തി വിടണം. ആ വയർ കടത്തി വിട്ട് അതിൻ്റെ പുറകെ കൂടെ അത് വലിച്ചെടുക്കുക. പിന്നെ അടുത്ത നമ്മളിനി ഹോൾഡർ പിടിപ്പിക്കാനാവുന്ന ഒരു ഹോൾഡർ എല്ലാവർക്കും പിടിപ്പിക്കാൻ അറിയാമല്ലോ. അതൊരു ഹോൾഡർ പിടിപ്പിച്ചു. അതിനകത്തേക്കൊന്ന് വെച്ച് ടൈറ്റാക്കി. ഇനി എപ്പോഴും നമ്മൾ ലൈറ്റ് ഇടാൻ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഷീൽഡ് വെച്ചു. പിന്നെ അതൊന്ന് ടൈറ്റ് ചെയ്തു. ഇതാണ് അതിൻ്റെ മുകൾ ഭാഗം. ഇത്രയും കാര്യം നമുക്ക് ചെയ്തെടുക്കാം. ചെയ്യാൻ ശരിക്കും ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ കൂട്ടി ഏൽപ്പിച്ച് വെച്ചാൽ മതി. ഇനി ആ വയറിൻ്റെ ഇങ്ങേ തലയ്ക്കൽ നമ്മളൊരു ട്യൂബിന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങേ അറ്റത്ത് ട്യൂബിന് കറണ്ട് കുത്താൻ വേണ്ടിയിട്ട്. ട്യൂബിന് കണക്ട് ചെയ്യാനും ഹോൾഡർ പിടിപ്പിക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ പാർട്ടെല്ലാം ഓക്കെ ആയി. അപ്പോൾ ഇത്ര നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ആ
1.5 മീറ്റർ നീളമുണ്ടെന്ന് പറഞ്ഞ പൈപ്പ് ഉണ്ടല്ലോ, വലിയ പൈപ്പ്, അതിൻ്റെ അറ്റത്തോട്ട് നമ്മളിത് കണക്ട് ചെയ്തു. നമ്മളതിനകത്തൊരു ബൾബ് ഇട്ടു. ഇനി സ്റ്റാൻഡിലോട്ട്, നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റാൻഡിലോട്ട് ഈ വലിയ പൈപ്പ് ഉറപ്പിച്ചു. എന്നിട്ട് ഈ ചെറിയ പൈപ്പ് നമ്മൾ ഇത്രയും ഉള്ളൂ ഇതിനകത്തോട്ട് ഇട്ടു. ഇത്രേ ഉള്ളൂ പരിപാടി, ഇത് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇത് ഞാൻ ആണി ചൂടാക്കി കിഴിച്ച കിഴുത്തുകളാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ആണി കയറ്റിയിടും. ഇതുപോലെ നമ്മളിങ്ങനെ ഒരു ആണി ഇതിനകത്തോടെ കയറ്റിയിടുവാണെങ്കിൽ അത് ഇപ്പുറത്ത് വരും. ഇത് കണ്ടോ, ഇത് ഒന്നിങ്ങനെ സ്റ്റോപ്പായിട്ട് നിൽക്കും. അപ്പോൾ ഹൈറ്റ് നമുക്ക് എവിടെയാണോ വേണ്ടത് അതനുസരിച്ച് ഇത് മാറ്റുകയും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടെ ഇടണമെങ്കിൽ ഇവിടെ ഇടാം, മേളിലിടണമെങ്കിൽ ഇതുപോലെ മേളിലിടാം. അപ്പോൾ അതനുസരിച്ച് ഹൈറ്റ് പൊങ്ങുകയും താഴുകയും ചെയ്യും. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അധികം പൈസ ആവത്തില്ല. ഇതെല്ലാം മേടിക്കണമെങ്കിൽ 2500 രൂപ ഒക്കെയാണ്, അല്ലാതെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത്. ഇത് നമുക്ക് തൽക്കാലം ആവശ്യമില്ല, ഇത് നടക്കുകയും ചെയ്യും. അപ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, ഹാപ്പി.